ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ UDF കൺവീനർ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്ത സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് വിളിച്ചു വരുത്തി 2.5 മണിക്കൂറാണ് ചോദ്യം ചെയ്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തെക്കുറിച്ചാണ് ചോദിച്ചതെന്നും കൃത്യമായ മറുപടി നൽകിയെന്നും അടൂർ പ്രകാശ് പ്രതികരിച്ചു. സോണിയാഗാന്ധിയെ കാണാൻ അനുമതിയെടുത്ത ശേഷമാണ് പോറ്റി തന്നെ അറിയിച്ചത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമുള്ള ചിത്രം കണ്ടിട്ടാണ് ഐസൈഡ് നടപടിയെങ്കിൽ മുഖ്യമന്ത്രിയെയും ചോദ്യം ചെയ്യണം. ചോദ്യം ചെയ്യലിൽ രാഷ്ട്രീയം കാണുന്നില്ലെന്നും ഒളിച്ചോടില്ലെന്നും UDF കൺവീനർ വ്യക്തമാക്കി. അല്ല, അത് സ്വാഭാവികമായുള്ള ചോദിക്കേണ്ട ചോദ്യങ്ങൾ അവർ ചോദിച്ചതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇയാൾ അപ്പോയിൻമെൻറ്റ് അവിടെ എടുത്തു. അപ്പോയിൻമെൻറ്റ് എടുത്തതിന് ശേഷം എന്നെ വിളിച്ച് സംസാരിക്കുകയുണ്ടായി. എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ട്, സോണിയാഗാന്ധിയെ കാണാനുള്ള അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞനുസരിച്ച് അദ്ദേഹത്തോടൊപ്പം ഞാൻ പോയി എന്നുള്ളത് സത്യാവസ്ഥയാണ്. ഞാൻ ഈ കാര്യങ്ങൾ തന്നെയാണ് SITയുടെ മുമ്പിലും ഇപ്പോൾ വിശദീകരിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി ആയിട്ടുള്ള ചിത്രമുണ്ടല്ലോ, ഒന്ന് കൊടുക്ക്. നിങ്ങൾക്ക് തൻ്റെ ഇടമുണ്ടോ? 2-3 മാസക്കാലം കഴിയുമ്പോൾ ഭരണം മാറും എന്ന് ഓർത്തിരുന്നാൽ നന്നായിരിക്കും എന്ന് മാത്രമേ ഞാനിപ്പോൾ തൽക്കാലം പറയുന്നു. UDF അധികാരത്തിൽ വരുമ്പോൾ ഈ മരമുറി ചാനലിൻ്റെ എല്ലാ കാര്യങ്ങളും അന്വേഷണം നടത്താൻ വേണ്ടി ഞങ്ങൾ മുൻപന്തിയിൽ ആയിരിക്കും എന്നുകൂടി നിങ്ങളെ അറിയിക്കുകയാണ്. അതൊന്ന് പറഞ്ഞ് നിങ്ങളുടെ മാനേജ്മെന്റിനെ കൂടി അറിയിക്കുന്നത് നന്നായിരിക്കും എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞു. ജിബിൻ ജേബിനോട് തിരുവനന്തപുരത്ത് കൂടുതൽ വിവരങ്ങളുമായി. ജിബിൻ, ഇത്രയും നാൾ CPM നേതാക്കളാണ് SITയുടെ ചോദ്യമുന്നയിൽ എത്തിയത് എങ്കിൽ ഇപ്പോൾ UDF കൺവീനർ അടൂർ പ്രകാശ് SITക്ക് മുന്നിലെത്തും ചോദ്യം ചെയ്യാനായി. അതിൽ എന്താണ് ആ ചോദ്യം ചെയ്യലിന് ശേഷം അടൂർ പ്രകാശ് അതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണം? അതിൽ പറയുന്നു, എന്താണ് പോറ്റിയുമായുള്ള ബന്ധം അത് ചോദിക്കുക മാത്രമാണ് ചെയ്തത്. എന്താണ് ബന്ധം എന്ന കാര്യം അത് മാധ്യമങ്ങളോട് ഇന്ന് വെളിപ്പെടുത്താൻ തയ്യാറായിട്ടുണ്ട് അടൂർ പ്രകാശ്. നേരത്തെ പറഞ്ഞതുപോലെ പറഞ്ഞൊഴിയുകയാണോ ചെയ്തത്? എന്താണ് പോറ്റിയുമായുള്ള ബന്ധം, അതെങ്ങനെ ഉണ്ടായി എന്ന കാര്യങ്ങളിൽ ഒരു പ്രതികരണം അത് കൃത്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയോ അടൂർ പ്രകാശ്? പ്രജിൻ, ഇന്ന് രാവിലെ 10 മണിയോട് കൂടിയാണ് UDF കൺവീനർ ആറ്റിങ്ങൽ MP അടൂർ പ്രകാശ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായത്. അദ്ദേഹം മൊഴിയെടുക്കുന്നതിന് വേണ്ടിയാണ് എത്തിയത്. അടൂർ പ്രകാശ് പറയുന്നത് അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം രാത്രിയോട് കൂടിയാണ് ഒരു നോട്ടീസ് പോലും നൽകാതെ അടുത്ത ദിവസം ഇങ്ങനെ അന്വേഷണ സംഘവുമായി സഹകരിക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരത്ത് എത്തണമെന്ന് ആവശ്യപ്പെട്ടു. അതിനെ തുടർന്നാണ് താൻ ഇന്ന് രാവിലെ ഈ പോലീസ് ആസ്ഥാനത്തിനകത്തുള്ള ക്രൈംബ്രാഞ്ച് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് എത്തിയതെന്നാണ് അടൂർ പ്രകാശ് പറയുന്നത്. രാവിലെ 10 മണിക്ക് തുടങ്ങിയ ചോദ്യം ചെയ്യൽ ഏകദേശം 2.5 മണിക്കൂറോളം നീണ്ടു നിന്നു. അതിനുശേഷമാണ് അടൂർ പ്രകാശ് മാധ്യമങ്ങളെ കണ്ടത്. ആദ്യം കണ്ട സമയത്ത് അദ്ദേഹം കൂടുതലൊന്നും തന്നെ വിശദീകരിക്കാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ പിന്നീട് മാധ്യമങ്ങളെ കണ്ട സമയത്താണ് അടൂർ പ്രകാശ് കൂടുതൽ വിവരങ്ങൾ പറഞ്ഞത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം, അത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ് തന്നെ വിളിപ്പിച്ചതെന്ന് അടൂർ പ്രകാശ് വ്യക്തമാക്കി. താൻ അന്വേഷണ സംഘം ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും തന്നെ താൻ കൃത്യമായി ഉത്തരം നൽകിയിട്ടുണ്ട്. അതവർ അന്വേഷണ സംഘം അത് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് ഒരു ചോദ്യം ചെയ്യലിന് അല്ലെങ്കിൽ ഒരു മൊഴിയെടുക്കുന്നതിന് വേണ്ടി വീണ്ടും എത്താൻ വേണ്ടി ഇപ്പോൾ നിലവിൽ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഏത് സമയത്തും താൻ എത്താൻ തയ്യാറാണെന്ന് കൂടി അടൂർ പ്രകാശ് പറയുന്നുണ്ട്. മറ്റൊരു കാര്യം അടൂർ പ്രകാശ് പറയുന്നത്, തന്നെ ഇന്ന് മൊഴിയെടുക്കുന്നതിന് വേണ്ടി വിളിപ്പിച്ചത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ഒരു ചിത്രത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയെയും മറ്റ് CPM നേതാക്കളെ വിളിക്കാത്തതെന്നാണ് അടൂർ പ്രകാശ് ചോദിക്കുന്നത്. കാരണം ഈ അടൂർ പ്രകാശിന് ഉണ്ണികൃഷ്ണൻ പോറ്റി, ഗോവർദ്ധൻ, സോണിയാഗാന്ധി ഇവരൊന്നിച്ചുള്ള ഒരു ചിത്രമാണ് പുറത്തു വന്നത്. അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രിയുമുള്ള ചിത്രങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ ഇതൊരു രാഷ്ട്രീയ വേട്ടയാടലിന്റെ ഭാഗമായിട്ടുള്ള രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് തന്നെ മൊഴിയെടുക്കാൻ വിളിപ്പിച്ചതെന്നാണ് അടൂർ പ്രകാശ് പറയുന്നത്. എന്തായിരുന്നാലും ഇത് സംബന്ധിച്ച് ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയവുമായി സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു മൊഴിയെടുപ്പാണ് ഇന്ന് നടന്നു എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF തിരഞ്ഞെടുപ്പ് സമയത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയത് ഈ CPM നേതാക്കളുടെ ശബരിമല സ്വർണ്ണക്കൊള്ളയിലുള്ള ബന്ധമാണ്. പ്രത്യേകിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിരുന്ന N വാസു, പത്മകുമാർ അടക്കമുള്ള നേതാക്കൾ അറസ്റ്റ് ആയി ജയിലിലായിരുന്നു ആ കാലഘട്ടത്തിൽ. ഇപ്പോഴും അവർ ജയിലിലാണ്. അപ്പോൾ അത്തരം വിഷയങ്ങളാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് UDF പ്രചരണ ആയുധമാക്കിയത്. പക്ഷേ ഇപ്പോൾ നേരെ സാഹചര്യം ഇറങ്ങിയിരിക്കുകയാണ്. ആദ്യമായി ഒരു UDF നേതാവിനെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ UDFന്റെ കൺവീനറിനെ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മൊഴിയെടുക്കുന്നതിന് വേണ്ടി അന്വേഷണ സംഘം വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. എന്തായാലും ഇത് സംബന്ധിച്ച ഒരു പ്രതികരണത്തിന് പ്രതിപക്ഷ നേതാവ് തയ്യാറായിട്ടില്ല. ആകെ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരിച്ചത് KC വേണുഗോപാൽ, സുധാകരൻ തുടങ്ങിയ നേതാക്കളാണ്. പക്ഷേ ഔദ്യോഗികമായി ഒരു പ്രതികരണം പ്രതീക്ഷിക്കുന്നത് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നാണ്. കാരണം പ്രതിപക്ഷ നേതാവ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രതികരിക്കുമ്പോൾ എപ്പോഴും പറയുന്നതാണ്, ഒരു കോൺഗ്രസ് നേതാവിനെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഒരു പങ്കുണ്ടെങ്കിൽ അവരെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുക തന്നെ ചെയ്യുമെന്നാണ് പ്രതിപക്ഷ നേതാവ് പല തവണയും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അടൂർ പ്രകാശിനെ മൊഴിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു പ്രതികരണം ഇനി പ്രതികരിക്കേണ്ടത് പ്രതിപക്ഷ നേതാവ് കൂടിയാണ്. പ്രജിൻ, ജിബിൻ, അതോടൊപ്പം തന്നെ ഇതിലെ
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിൽ CPIM ഇടപെട്ട് ഇതിന്റെ അന്വേഷണത്തെ വഴിതെറ്റിക്കുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് UDFന്റെ ഭാഗത്ത് നിന്ന് ഇന്നോളം ഉയർന്നു കേട്ടത്. അതിനെ തിരികെ അടിക്കുന്നത് ഇത് SIT നിയന്ത്രിക്കുന്നത് കോടതിയാണ് നേരിട്ടാണ്, ഇതിൽ സർക്കാർ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന പ്രതിരോധമാണ് CPIM അല്ലെങ്കിൽ LDF ക്യാമ്പും ഒക്കെ ഉയർത്തിയത്. അത് ഇന്നത്തെ ചോദ്യം ചെയ്യലിന് ശേഷം ഈ ചോദ്യം ചെയ്യൽ രാഷ്ട്രീയം കാണുന്നില്ല എന്ന് അടൂർ പ്രകാശ് പറഞ്ഞെങ്കിലും ഇനി ഭരണം മാറാൻ പോവുകയാണ്, മാസങ്ങൾക്കുള്ളിൽ അത് സംഭവിക്കും, അതാരും മറക്കണ്ട എന്നത് ഒരു വെല്ലുവിളിയാണോ, മുന്നറിയിപ്പാണോ? പ്രജിൻ, അടൂർ പ്രകാശ് എന്ന് പറഞ്ഞത് ഇത് ഇന്ന് തന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ മൊഴിയെടുപ്പിക്കുന്നതിന് വേണ്ടി തന്നെ ഇന്ന് തന്നെ വിളിപ്പിച്ചത് ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പ്രചരിക്കുന്നുണ്ട്. അടൂർ പ്രകാശിന്റെ ചിത്രവും സോണിയാഗാന്ധി, ഉണ്ണികൃഷ്ണൻ പോറ്റി, ഗോവർദ്ധൻ തുടങ്ങിയവർ ഒന്നിച്ച് നിൽക്കുന്ന ചിത്രമൊക്കെ തന്നെ പ്രചരിക്കുന്നുണ്ട്. പക്ഷേ UDFന്റെ ഈ ഒരു ജാഥ നടക്കുന്ന സമയത്ത് UDFന്റെ കൺവീനറിനെ തന്നെ ചോദ്യം ചെയ്യലിന് വേണ്ടി കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചു വരുത്തിയിരിക്കുകയാണ്. അതിലൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. അത് മാത്രമല്ല തന്നോട് ഇന്ന് രാവിലെ 10 മണിക്കാണ് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് എത്താൻ പറയുന്നത്. പക്ഷേ അതേ സമയത്ത് തന്നെ താൻ അകത്തിരിപ്പുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് ചോർത്തി നൽകിയത് ചില പോലീസുകാർക്ക് കൂടി പങ്കുണ്ട്. അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കഴിഞ്ഞ നിയമസഭാ കാലത്ത് നമ്മൾ കണ്ടതാണ്, എല്ലാ ദിവസത്തെയും പ്രതിഷേധത്തിന് കാരണമായത് ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയായിരുന്നു. ആ സമയത്ത് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ അംഗങ്ങളും ഒക്കെ തന്നെ എപ്പോഴും ആഞ്ഞടിച്ചുകൊണ്ടിരുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് മേൽ സമ്മർദ്ദമുണ്ട്, അതിന്റെ ഭാഗമായിട്ടാണ് തുടർ അന്വേഷണം ഉണ്ടാകാത്തത്, കടകംപള്ളിയിലേക്ക് അറസ്റ്റ് പോകാത്തതെന്നുള്ള കാര്യമാണ് പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരുന്നത്. അതേ കാര്യം തന്നെയാണ് അവർ എപ്പോഴും പറയുന്നത്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തുടർ ചലനങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അല്ലെങ്കിൽ CPM നേതാക്കളിലേക്ക് ഈ അന്വേഷണം എത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് അടൂർ പ്രകാശിലേക്ക് ഇപ്പോൾ വഴിതിരിച്ചു വിട്ടിരിക്കുന്നതെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. പക്ഷേ ഇപ്പോൾ മറിച്ചൊരു കാര്യം പറയുന്നത് മന്ത്രി ശിവൻകുട്ടിയുടെ പ്രതികരണം, മന്ത്രി ശിവൻകുട്ടിയുടെ FB പോസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് UDF രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയാണ്. അന്ന് ഈ പോറ്റി കയറ്റി സ്വർണ്ണക്കൊള്ളയെ മാറ്റിയെന്നുള്ള ഗാനമൊക്കെ ആയിരുന്നു വലിയൊരു വിഷയമായി മാറിയത്. പക്ഷേ അത് തിരിച്ച് അടിയായിരിക്കണം. അതായത് UDFിലേക്ക് ഇനി ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ആരോപണം എത്തും. അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളാണ് LDFന്റെ ഭാഗത്ത്. ശരി, ജിബിൻ JB ആണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. എന്തായാലും പോറ്റിക്കൊപ്പമുള്ള ചിത്രം കണ്ടിട്ടാണ് SIT ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതെങ്കിൽ എന്താണ് മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ചിത്രവും ഉണ്ടല്ലോ, എങ്കിൽ മുഖ്യമന്ത്രിയെ വിളിക്കുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ അടൂർ പ്രകാശിൽ നിന്നും ഉണ്ടായിരുന്നത്. തുടർ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.